ക്രൈസ്തവ വിശ്വാസം ക്രിസ്തുവിൻ്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തിരുനാളുകൾ എന്ന പേരിൽ ക്രൈസ്തവർ ആഘോഷിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്തുമസ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ. വർഷം തോറും ഡിസംബർ 25 ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പുൽക്കൂടും നക്ഷത്ര വിളക്കുകളും ക്രിസ്തുമസ് പപ്പയും കരോൾ ഗാനങ്ങളും ക്രിസ്തുമസ് കേക്കും ക്രിസ്തുമസ് സമ്മാനങ്ങളുമെല്ലാം ക്രിസ്തുമസിൻ്റെ ഓർമ്മ നമ്മിൽ ഉണർത്തുന്നവയാണ്. എങ്കിലും അവയൊന്നും ക്രിസ്തുമസിൻ്റെ അവിഭാജ്യ ഘടകങ്ങളല്ല എന്നതും ശ്രദ്ധേയമാണ്. അവയെല്ലാം ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധമായി കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ്. എന്നാൽ വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു ലോകത്തിൽ അപ്രധാനമായ ഇത്തരം ഘടകങ്ങൾക്ക് പ്രാധാന്യമേറുകയും ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ക്രിസ്തുവിനും അവിടുത്തെ സന്ദേശങ്ങൾക്കും പ്രാധാന്യം കുറഞ്ഞു പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ക്രിസ്തുമസ് ചരിത്രത്തിലേക്കും അതിൻ്റെ ആഘോഷങ്ങളുടെ ശരിതെറ്റുകളിലേക്കും വിരൽ ചൂണ്ടുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ക്രിസ്തുമസ് ഒരു യാദൃശ്ചിക സംഭവമല്ല. പ്രത്യുത ദൈവം അനാദി മുതൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പദ്ധതിയുടെ പൂർത്തീകരണമാണ് ജനങ്ങൾ അതിലൂടെ ഓർമ്മിക്കുന്നത്. അതായത് കേവലം മനുഷ്യനായി ജനിച്ച് ദൈവികനായി ജീവിച്ചു മരിച്ച ഒരു മനുഷ്യ വ്യക്തിയുടെ ജനനത്തിൻ്റെ ഓർമ്മയല്ല അത്. ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിൻ്റെ ജനനത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നും അറിയുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. തൻ്റെ അനന്ത നന്മയിൽ ദൈവം ഈ ലോകത്തെയും ഇതിലുള്ള സകല ചരാചരങ്ങളെയും അവയ്ക്കെല്ലാം മകുടമായി സ്വതന്ത്ര മനസ്സുള്ള മനുഷ്യനെയും സൃഷ്ടിച്ചു. മനുഷ്യനാകട്ടെ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു. ദൈവത്തിനെതിരെ അവൻ പാപം ചെയ്തു. ആദവും ഹവ്വായും പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വിവരണങ്ങൾ വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭ താളുകളിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വിവരണങ്ങൾ തീർച്ചയായും വാച്യാർത്ഥത്തിൽ എടുക്കേണ്ടവയല്ല എന്നും കൂടി നമ്മൾ ഓർത്തിരിക്കണം. അതിലൂടെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്ന ദൈവിക സന്ദേശമാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമായിരുന്നു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അതായത് ദൈവത്തെ പോലെ മരണമില്ലാത്ത ഒരംശം, ആത്മാവ് മനുഷ്യനിലും ഉണ്ടായിരുന്നു. മാത്രമല്ല എല്ലാറ്റിൻ്റെയും പൂർണ്ണതയായ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളുടെ അംശവും മനുഷ്യനിലുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തതോടെ ഇവയ്ക്കെല്ലാം പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന പ്രകൃതി തന്നെ മനുഷ്യനിൽ വന്നുകൂടി. പാപം ചെയ്യാതിരുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും മനുഷ്യന് നഷ്ടമാവുകയും ചെയ്തു. പറുദീസായിൽ മനുഷ്യൻ അനുഭവിച്ചിരുന്ന ദൈവിക സാന്നിധ്യം അഥവാ സ്വർഗീയ അനുഭവമാണ് പാപത്തിലൂടെ മനുഷ്യന് നഷ്ടമായത്. ഇതിൽ നിന്ന് കരകയറാൻ എന്താണ് ഒരു പോംവഴി? ദൈവം തന്നെ അതും കണ്ടെത്തി. മനുഷ്യനെ ദൈവം കൈവിട്ടില്ല. പകരം മനുഷ്യനെ രക്ഷിക്കാൻ അവിടുന്ന് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ദൈവത്തിനെതിരെ ചെയ്ത പാപമാകയാൽ അതിന് പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ വേണ്ടിയിരുന്നു. അതിനാൽ ആ രക്ഷകൻ ദൈവം തന്നെ ആയിരിക്കണമായിരുന്നു. ക്രിസ്ത്യാനികൾ ഏകദൈവ വിശ്വാസികളാണ്. എന്നാൽ ഈ ഏകദൈവത്തിൽ 3 ആളുകളുണ്ട് എന്നതാണ് ക്രൈസ്തവ വിശ്വാസം. ഇത് ക്രിസ്തു തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഏകദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 ആളുകളുണ്ട് എന്ന് ക്രിസ്തു വെളിപ്പെടുത്തി. ഈ 3 ആളുകളിൽ പുത്രൻ മനുഷ്യനായി അവതരിച്ച് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് ദൈവം തീരുമാനിച്ചു. അങ്ങനെ മനുഷ്യനായി അവതരിച്ച ദൈവത്തിലെ രണ്ടാമത്തെ ആളാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാനുഷികമായ അർത്ഥത്തിലല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. ദൈവപുത്രന് വന്നു ജനിക്കാൻ ദൈവം ഒരു ജനതയെ തെരഞ്ഞെടുത്തൊരുക്കി. അവരാണ് യഹൂദന്മാർ. യഹൂദ ജനതയുടെ പൊതുപിതാവായ അബ്രാഹവുമായി ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അതായിരുന്നു ആ ഉടമ്പടിയുടെ കാതൽ. എന്നാൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ യഹൂദ ജനത പലപ്പോഴും ഈ ഉടമ്പടിയിലെ വ്യവസ്ഥകൾക്ക് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പോഴെല്ലാം അവർക്ക് മുന്നറിയിപ്പ് നൽകാനും അവരെ തിരുത്താനും ദൈവം പ്രവാചകന്മാരെയും മറ്റും അയച്ചു. അവസാനം കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം നിശ്ചയിച്ച സമയത്ത് യേശുക്രിസ്തു എന്ന രക്ഷകൻ ജനിച്ചു.
എന്നാൽ ഈ രക്ഷകനെ തിരിച്ചറിയാൻ വളരെ കുറച്ചു പേർക്കേ കഴിഞ്ഞുള്ളൂ. കാരണം രക്ഷകനെ പറ്റി ദൈവം യഹൂദർക്ക് കൊടുത്തിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി അവർ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ മനസ്സിലുണ്ടായിരുന്ന രക്ഷക ചിത്രം വളരെ ഭൗതികമായ ഒന്നായിരുന്നു. റോമ ചക്രവർത്തി യഹൂദ നാടായ പലസ്തീനായെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനെ ഒരു സാമന്ത രാജ്യമായി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ക്രിസ്തു ജനിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ റോമൻ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കാൻ വരുന്ന ഒരു ചക്രവർത്തിയായിട്ടാണ് അവർ രക്ഷകനെ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് പലർക്കും കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിൽ രക്ഷകനെ കാണാൻ പറ്റാതെ പോയത്. ദൈവത്തിൻ്റെ അനന്ത നന്മയും മനുഷ്യരോടുള്ള സ്നേഹവും വാഗ്ദാനത്തിലുള്ള വിശ്വസ്തതയും വെളിപ്പെടുത്തുന്ന സംഭവമാണ് ക്രിസ്തുമസ്. അതല്ലെങ്കിൽ കേവലം ഒരു സൃഷ്ടിയായ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തന്നെ മനുഷ്യനാവില്ലായിരുന്നു. ദൈവത്തിൻ്റെ ആശയങ്ങളല്ല മനുഷ്യന്റെ ആശയങ്ങളെന്നും രാജകൊട്ടാരത്തിലും സമ്പന്നതയിലും അല്ല രക്ഷകനെ അന്വേഷിക്കേണ്ടത് എന്നുമാണ് ക്രിസ്തുമസ് നമുക്ക് തരുന്ന സന്ദേശം. മറ്റു വാക്കുകളിൽ, സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾക്കും മനുഷ്യനെ ശാശ്വതമായി രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന വസ്തുതയാണ് ക്രിസ്തുമസ് പറയുന്നത്. അതുപോലെ തന്നെ സമ്പന്നതയിലും സ്ഥാനമാനങ്ങളിലും ദൈവത്തെ കണ്ടുമുട്ടിയെന്നും വരില്ല എന്നും ഈ തിരുനാൾ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാളാണ് ക്രിസ്ത്യാനികൾ ആദ്യമായി ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നത് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു വസ്തുതയാണ്. കാരണം ആ സംഭവമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തന്നെ ആണിക്കല്ല് എന്ന് പറയാം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉദയത്തിനും കാലമേറെ കഴിഞ്ഞ് 3-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. ക്രിസ്തുവിലെ യഥാർത്ഥ മനുഷ്യത്വം നിഷേധിച്ച ഗ്നോസ്റ്റിക് ചിന്തയ്ക്ക് വലിയ പ്രചാരം സിദ്ധിച്ചതോടെ അതിനെതിരായുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ വെളിവാക്കുന്ന ക്രിസ്തുമസ് ആഘോഷം സഭയിൽ ആരംഭിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തുവിൻ്റെ മാത്രമല്ല ആരുടെയും ജന്മദിനാചരണം ഒരു അക്രൈസ്തവ ആചാരമായിട്ടാണ് ക്രൈസ്തവർ കരുതിയിരുന്നത്. കാരണം ദേവീദേവന്മാരുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുന്ന പതിവ് മറ്റു മതങ്ങളിൽ ധാരാളമായി ഉണ്ടായിരുന്നു. മാത്രമല്ല അവയോടനുബന്ധിച്ച് ക്രൈസ്തവ വീക്ഷണത്തിൽ പലതരത്തിലുള്ള അനാചാരങ്ങളും നിലവിലിരുന്നു. കാരണം പുതുതായി ക്രിസ്തുമതത്തിലേക്ക് കടന്നു വന്നവർ ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ ജന്മദിനത്തെ അത്തരം ആഘോഷങ്ങളുമായി ബന്ധപ്പെടുത്താനുള്ള സാധ്യതയും ഏറെയായിരുന്നു. ക്രിസ്തുമസ് ആഘോഷിക്കുന്ന തീയതിയുടെ കാര്യത്തിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസം ഉണ്ടാകുന്നത് അവർ ഉപയോഗിക്കുന്ന കലണ്ടറുകൾ വ്യത്യസ്ത രീതികളിലുള്ളവ ആയതുകൊണ്ടാണ്. ഈജിപ്തിലെ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ അവരുടെ കലണ്ടർ പ്രകാരം ജനുവരി 7-നാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. അർമേനിയൻ ക്രൈസ്തവരാകട്ടെ അവരുടെ കലണ്ടർ പ്രകാരം ജനുവരി 19-ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. എന്നാൽ ഭൂരിഭാഗം ക്രൈസ്തവരും ഡിസംബർ 25-നാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. റോമൻ ദേവനായ സാറ്റേൺ ദേവന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന ആഘോഷങ്ങളുടെ രൂപത്തിലാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾ ആദ്യം ആരംഭിച്ചത്. സാറ്റേൺ ദേവന്റെ ജന്മദിന ആഘോഷവേളയിൽ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും വീടുകൾ നിത്യഹരിത മരങ്ങളുടെ ശിഖരങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീടുകളിൽ പ്രത്യേകതരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന പതിവും നിലനിന്നിരുന്നു. പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം വന്നതോടെ ക്രിസ്തുമസ് പാടെ നിരോധിക്കണമെന്ന ആവശ്യം രൂപമെടുത്തു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അന്യമതസ്ഥരുടെ ആചാരങ്ങളുടെ അനുകരണമായിരുന്നു ക്രിസ്തുമസ്. മാത്രമല്ല ഈ ആഘോഷത്തിന് വിശുദ്ധ ബൈബിളിൽ അടിസ്ഥാനമില്ല എന്നും ലൂഥർ വാദിച്ചു. വിശുദ്ധ ബൈബിൾ മാത്രമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരം, സോളാ സ്ക്രിപ്തൂര എന്നതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ നിലപാട്. പ്രൊട്ടസ്റ്റന്റ് സ്വാധീനം സ്വീകരിച്ച സ്ഥലങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷം നിരോധിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായി 1983-ൽ സ്കോട്ട്ലൻഡിൽ ക്രിസ്തുമസ് നിരോധിക്കപ്പെട്ടിരുന്നു. 1958 വരെയാണ് ആ സ്ഥിതി തുടർന്നത്. ക്രിസ്തുമസ് ആഘോഷത്തിനെതിരെ ഏറ്റവും ശക്തമായ നീക്കങ്ങൾ ഉണ്ടായത് ഇംഗ്ലണ്ടിലാണ്. 1647-ൽ ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒരു പാർലമെന്റ് നിയമത്തിലൂടെ ക്രിസ്തുമസ് നിരോധിച്ചിരുന്നു. 1660 വരെ ഈ സ്ഥിതി തുടർന്നു. ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ചുണ്ടാക്കിയിരുന്ന ക്രിസ്തുമസ് ട്രീ
മറ്റലങ്കാരങ്ങൾ എന്നിവയെല്ലാം ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ടാണ് അവരുടെ പാർലമെന്റ് നിയമത്തിൽ പറഞ്ഞിരുന്നത്. 1800 വരെ ക്രിസ്മസ് കരോളുകൾ ഇംഗ്ലണ്ടിൽ അനുവദിച്ചിരുന്നില്ല. 1659 അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് സംസ്ഥാനത്ത് ഔദ്യോഗികമായി ക്രിസ്തുമസ് നിരോധിച്ചു. 1881 ആ നിരോധനം നീക്കിയത്. ന്യൂ ഇംഗ്ലണ്ടിലും ന്യൂയോർക്ക് സിറ്റിയിലും എല്ലാം ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെ ഇതുപോലെയുള്ള നിരോധനങ്ങൾ നിലവിൽ വന്നിരുന്നു. 1836 അലബാമ സ്റ്റേറ്റ് ആണ് ആദ്യമായി ക്രിസ്തുമസിനെ ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1870 അവിടെ അതൊരു ദേശീയ അവധി ദിനമാക്കുകയും ചെയ്തു. പല ക്രൈസ്തവ വിഭാഗങ്ങളും ഇപ്പോഴും ക്രിസ്തുമസ് ആഘോഷത്തെ എതിർക്കുന്നുണ്ട്. ചിലരുടെ എതിർപ്പിന്റെ അടിസ്ഥാനം ബൈബിളിൽ അപ്രകാരം ഒരു ആഘോഷത്തിനുള്ള ആഹ്വാനമില്ല എന്നതാണ് എങ്കിൽ, മറ്റു ചിലരുടേത് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തികച്ചും ലൗകികമായ ആഘോഷങ്ങളുടെ പേരിലാണ്. തീർച്ചയായും ക്രിസ്തുമസിനെ കേവലം ലൗകികമായ ഒരു ഉത്സവമായി കണ്ട് തിന്നാനും കുടിക്കാനും ആസ്വദിക്കുവാനുമുള്ള അവസരമായി എടുക്കുന്ന പ്രവണത എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ക്രിസ്തുമസിന് ചെലവാകുന്ന മദ്യത്തിന്റെ കണക്കുകൾ നമ്മൾ തന്നെ പത്രങ്ങളിൽ വായിക്കാറുണ്ടല്ലോ. അത്തരം പ്രവണതകൾ ക്രിസ്തുമസുമായി ചേർന്നു പോകുന്നില്ല എന്നത് മാത്രമല്ല, തികച്ചും അക്രൈസ്തവവുമാണ്. ആധുനിക കാലത്ത് നിരീശ്വരത്വം വ്യാപിക്കുന്നതിന്റെ ഭാഗമായി ക്രിസ്തുമസ് പലയിടങ്ങളിലും നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗികമായി നിരീശ്വര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന സോവിയറ്റ് യൂണിയനിൽ ക്രിസ്തുമസ് നിരോധിക്കപ്പെട്ടിരുന്നു. അതിനു പകരം അവിടെ പാപ്പായെയും മഞ്ഞുയുവതിയെയും അവതരിപ്പിക്കുകയും കുട്ടികൾക്ക് അവർ ഡിസംബർ 24 സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന പതിവ് ആരംഭിക്കുകയും ചെയ്തു. അതുവരെ നടത്തിയിരുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളെ ഇല്ലാതാക്കാൻ എളുപ്പമല്ല എന്നതിനാലായിരിക്കണം പകരം മതപരമല്ലാത്ത ഒരാഘോഷം അവർ അവിടെ അവതരിപ്പിച്ചത്. അതിലൂടെ കാലക്രമത്തിൽ ആളുകൾ അതിൻ്റെ മതപരമായ ബന്ധം മറന്നുപോയിക്കൊള്ളുമെന്നവർ കരുതി. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ വീണ്ടും ക്രിസ്തുമസ് ആ രാജ്യങ്ങളിൽ ആഘോഷിക്കപ്പെടാൻ തുടങ്ങി. ക്യൂബയിൽ 1969 ഫിഡൽ കാസ്ട്രോ അധികാരത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുമസ് നിരോധിക്കപ്പെട്ടിരുന്നു. 1998 പരിശുദ്ധ പിതാവ് ജോൺ പോൾ II മാർപ്പാപ്പയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അതിന് തലേവർഷം ജനുവരിയിലാണ് ആ നിരോധനം നീക്കിയത്. ക്രിസ്തുമസ് ആഘോഷം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആരംഭകാലം മുതൽ ഉണ്ടായിരുന്നില്ല എന്നതും ചരിത്രത്തിലെ ചില പ്രത്യേക ദശാസന്ധികളുടെ പേരിലാണ് അത് ആരംഭിക്കപ്പെട്ടത് എന്നതും നമ്മൾ കണ്ടു. ക്രിസ്തുമസിന്റെ അർത്ഥത്തിൽ വെള്ളം ചേർക്കപ്പെടുമോ എന്ന ഭയം ആദിമസഭയിലെ വിശ്വാസികൾക്കുണ്ടായിരുന്നു. ആ ഭയം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ക്രിസ്തുമസ് ഇന്നൊരു വലിയ വാണിജ്യ അവസരമാണ്. അതുപോലെ തന്നെ ബാഹ്യമായ ആഘോഷങ്ങളുടെയും. അതിൽ നിന്ന് ക്രിസ്തുമസിനെ നമ്മൾ മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു. വളരെ കരുതലോടെ ക്രിസ്തീയമായി ആഘോഷിക്കേണ്ടതാണ് ക്രിസ്തുമസ് എന്ന തിരിച്ചറിവിലേക്ക് വളരാൻ സത്യാന്വേഷിയുടെ ഈ പഠനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.